ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ അവിടെ എങ്ങനെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ സാഹചര്യം എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ചാണ് നോക്കുന്നത്. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കുക, ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. ടൈംലെസ് ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് വാലിഡായിട്ട് തുടങ്ങുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് നല്ലൊരു സ്നേഹം നിങ്ങളുടെ അടുത്തുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളെല്ലാം തികഞ്ഞൊരു വ്യക്തി എന്ന ആൾ ഈ ഒരു സമയം ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളെ ഒരുപാട് ആൾ മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്നേഹം നിങ്ങളിലേക്ക് ഒഴുകി വരുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങളിൽ നിന്നും വേറൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് നിങ്ങളെ വഞ്ചിച്ചിട്ട് പോയ ഒരു വ്യക്തിയാണ്. പക്ഷേ എങ്കിലും ആൾക്ക് അത് ചെയ്തതിൽ ഇപ്പോൾ ആൾ നിങ്ങളെ ഒരുപാട്, കാരണം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാം, അല്ലെങ്കിൽ ചെറുപ്പം തൊട്ടേ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ കാണുമ്പോൾ എനിക്ക് എന്താ പറയുക, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാവാം എന്നൊക്കെയാണ് കാണുന്നത്. നല്ല രീതിയിൽ ആളിപ്പോൾ നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു സമയമായിട്ട് ഇവിടെ വന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങളെ കുറിച്ച് ഈ വ്യക്തിയുടെ ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾ ഉള്ളപ്പോൾ ഈ വ്യക്തിക്ക് എല്ലാം ഉണ്ട്. കാരണം നിങ്ങൾ കൂടെ ഉള്ളപ്പോഴാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്ന രീതിയിൽ ആ സ്നേഹം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തിക്ക് പറ്റുന്നത്. പക്ഷേ ഏതോ ഒരു നിമിഷത്തിൽ നിങ്ങളെ കളഞ്ഞിട്ട് ആ വ്യക്തി വേറൊരു ബന്ധത്തിൽ പോയ ഒരു വ്യക്തിയാണ് എന്നുള്ളത് നമുക്കിവിടെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. കാരണം ശരിക്കും അറിയുന്നുണ്ട് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ വ്യക്തിയാണ്. പക്ഷേ ആ ഒരു വ്യക്തിക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ആ വ്യക്തി നേരിടുന്നതും ആ ഒരു ചീറ്റിംഗ് എനർജി തന്നെയാണ് എന്നാണ് കാണുന്നത്. കാരണം ആ വ്യക്തിക്ക് അവിടെ കിട്ടുന്നത് ഒരു ചീറ്റിംഗ് എനർജിയാണ്. പക്ഷേ അത് ഇപ്പോൾ എൻഡാക്കി നിങ്ങളിലേക്ക് വരാനാണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ആ ഒരു ബന്ധം എൻഡാക്കി ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നതും ആ ഒരു ബന്ധം എൻഡാക്കി നിങ്ങളിലേക്ക് വരണം, അതിനെക്കുറിച്ചാണ് ആ വ്യക്തി ഇപ്പോൾ നല്ല രീതിയിൽ ചിന്തിക്കുന്നത്. കാരണം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആ വ്യക്തി പോയ ഇതൊരു തേർഡ് പാർട്ടിക്കാരന് ഒരു വ്യക്തിയിലോട്ട് തന്നെയാണ് പോയതെങ്കിലും അവിടെ ആ വ്യക്തി വിചാരിച്ച ഒരു സ്നേഹം അത് കിട്ടിയിട്ടില്ല എന്നാണ് ഇവിടെ. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അടുത്തുനിന്നും ഈ വ്യക്തി ആഗ്രഹിച്ച ഒരു രീതിയിലായിരിക്കില്ല, അല്ലെങ്കിൽ ആ വ്യക്തി ഒരു കൺട്രോളിങ് പേഴ്സൺ ആവാം, അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണോ ആ വ്യക്തി ഉണ്ടായിരുന്നത് അങ്ങനെ ആ വ്യക്തിക്ക് ഈ ഒരു ബന്ധത്തിൽ ഒട്ടും നിൽക്കാൻ പറ്റാത്തതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പം നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളുടെ വ്യക്തിക്ക് അത്രമാത്രം പ്രിയപ്പെട്ട ഒരു പ്രണയമാണ്. പക്ഷേ ആ ഒരു എന്തിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം വന്നതിന് ശേഷമായിരിക്കാം ഈ വ്യക്തിക്ക് മറ്റൊരു ബന്ധം കയറി വന്നത്, അല്ലെങ്കിൽ പഴയ സ്നേഹം തിരിച്ച് വന്നതാവാം. പക്ഷേ എന്ത് തന്നെ ആയാലും, അല്ലെങ്കിൽ പഴയ ഒരു പാസ്റ്റ് ലൈഫിൽ നിന്നും, അല്ലാതെ മുൻപേ ഉണ്ടായ ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു തേർഡ് പാർട്ടി, അത് നിങ്ങളുടെ ബന്ധത്തിൽ വന്നതാവാനാണ് സാധ്യത. അപ്പോൾ അതിൽ വേണ്ടത്ര ആ ഒരു നിലനിൽപ്പ് ഈ വ്യക്തിക്ക് ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ആ വ്യക്തി ഇപ്പോൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും ഈ ബന്ധം വേണ്ട, എനിക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളിലേക്ക് തന്നെ വരണമെന്ന് ഈ വ്യക്തി ഈ സമയത്ത് നല്ല രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി. നിങ്ങളുമൊത്ത് നല്ലൊരു പ്രണയമാണ് ആൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളാണ് അവരുടെ യഥാർത്ഥ പാർട്ട്ണർ എന്ന് ആൾ തിരിച്ചറിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ ആൾ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളെ ഫോൺ വിളിക്കണം, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ചെയ്യണം എന്നും ആൾ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. കാരണം അത്രമാത്രം കൊതി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയ ഒരു വ്യക്തിയാവാം. നിങ്ങളെ വേദനിപ്പിച്ച നിമിഷം മുതൽ ആ വ്യക്തിക്കും അവിടെ ഒരു വേദന വന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ആ ഒരു സിറ്റുവേഷനിൽ ആൾക്കൊരു സമാധാനമില്ല, ഒരു കെട്ടിയിട്ട ഒരു അവസ്ഥയിലാണ് ആളുള്ളത് എന്നാണ് ഇവിടെ കാണുന്നത്.
ഇവിടെ നിങ്ങളിലേക്ക് വരാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. കാരണം അത്രമാത്രം ആൾക്കൊരു തിടുക്കം വന്നതായിട്ടാണ് കാണുന്നത്. അത്രമാത്രം ഒരു ആവേശമുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് തിരിച്ചെത്തണം. ഇനി ആ ഒരു റിലേഷൻഷിപ്പ് എന്തായാലും എൻഡ് ആക്കിയിട്ട് തന്നെ നിങ്ങളിലേക്ക് വരും. ഒരു എൻഡിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും ആൾ ആഗ്രഹിച്ച ഒരു ജീവിതം ആൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തിൻ്റെ പേരിലാണോ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയത്, അത് എന്ത് തന്നെ ആയാലും, എന്ത് സിറ്റുവേഷൻ്റെ പുറത്ത് പോയതെങ്കിലും വിചാരിച്ച ഒരു പരിഗണനയും സ്നേഹവും ഒന്നും ആൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ആളുടെ മനസ്സുള്ളത് നിങ്ങളിലാണ്. നിങ്ങളാണ് ആളുടെ എല്ലാം എന്ന് ആൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇവിടെ അത്രമാത്രം സ്നേഹത്തിലായിരിക്കണം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു ഇങ്ങനെ പോയൊരു ബന്ധത്തിൽ പെട്ടെന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് വേറൊരു ബന്ധത്തിൽ പോകുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പോയൊരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു മനം മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആളുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ്. നിങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും തിരിച്ചെത്തണം. കാരണം ആ ഒരു ബന്ധം ആൾക്കൊട്ടും സഹിക്കാൻ പറ്റാവുന്നതിലപ്പുറം ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഉള്ളത്. ആ ഒരു കെട്ടിയിട്ടൊരു അവസ്ഥയിലാണ് ഉള്ളത്. പക്ഷേ എങ്ങനെയെങ്കിലും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചെത്തും എന്നുള്ള ആ ഒരു സൂചന, ആ ഒരു ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത്. കാരണം ആൾ വരും നിങ്ങളിലേക്ക്. എന്ത് തന്നെ ആയാലും, ഇനി എന്തവസ്ഥ ഇത് എൻഡാക്കിയിട്ട് തന്നെ നിങ്ങളിലേക്ക് വരും. ഈ ഒരു ബന്ധം എൻഡാക്കിയ ശേഷം നിങ്ങളിലേക്ക് വരാനാണ് സാധ്യത. കാരണം നിങ്ങളും ഒത്ത് ഉള്ളപ്പോഴാണ് ആൾക്ക് അത്രമാത്രം ആ ഡീപ്പ് കണക്ഷൻ ഫീൽ ചെയ്യുന്നതും അത് നിങ്ങൾ കൂടെയുള്ളപ്പോഴാണ്. നിങ്ങളെ മറ്റൊന്നിനും പകരം വെക്കാൻ ആ വ്യക്തിക്ക് താല്പര്യം. കാരണം നിങ്ങൾ അത്രമാത്രം സ്നേഹം നിങ്ങളെടുത്തുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അതായത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി ആദ്യം ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ പോയതിന് ശേഷമായിരിക്കും ആ വ്യക്തിക്ക് മനസ്സിലായതും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വില തിരിച്ചറിഞ്ഞതും ആ പോയതിന് ശേഷമാണ്. അതിന് ശേഷമാണ് ആൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ വേദനിപ്പിച്ചതിന് ദൈവം ആൾക്കൊരു പണി കൊടുത്തു. അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് ശരിക്കും നിങ്ങളുടെ വില മനസ്സിലായി. നിങ്ങളിലേക്ക് തന്നെ തിരിച്ച് വരണം, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഒരാളെ ഇനി ആ വ്യക്തിക്ക് കിട്ടില്ല എന്ന് ആ വ്യക്തി മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം വ്യക്തി തീരുമാനിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും ശരി, നിങ്ങൾ ഒരുപാട് കാത്തിരിക്കുകയാണെങ്കിൽ, ഈ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരും. അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഈ വ്യക്തിയുടെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിലെല്ലാം നിങ്ങൾ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യണം. എനിക്കതൊക്കെ ഇഷ്ടമാണ്, വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്തുണ്ടെങ്കിലും എന്നെ ഫോൺ വിളിച്ചോളൂ, എന്നോട് പറയാം. നിങ്ങൾക്ക് എന്നെ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്കും എന്നെ ഫോൺ വിളിച്ച് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് ഉറപ്പായിട്ടും വരും, യാതൊരു സംശയവുമില്ല. ഇത് നിങ്ങളുടെ തന്നെ റീഡിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ എനർജി, അതായത് നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു സിറ്റുവേഷനും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ക്ലോസ് ഒന്നും എടുക്കുന്നില്ല, അതുകൊണ്ടാണ് എടുക്കാത്തത്. പക്ഷേ നിങ്ങൾക്ക് ഏകദേശം രൂപം നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാവും നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം. എന്തായാലും നിങ്ങൾ ഉള്ളിൽ നിങ്ങൾക്ക് തോന്നൽ വന്നിട്ടുണ്ടാവുക. നിങ്ങൾ 222 എല്ലാം കണ്ടാലേ, നിങ്ങളുടെ 222 അതൊക്കെ കണ്ടാലുണ്ടല്ലേ പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ മെസ്സേജ് അയക്കാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളിലേക്ക് ഒരു മെസ്സേജോ ഒരു കോളോ വിളിക്കുക. കാരണം അവർ അത്രമാത്രം അവരുടെ മനസ്സിലിപ്പോൾ നിങ്ങൾ മാത്രമാണ് ഉള്ളത്. കാരണം പോയ ഒരു സാഹചര്യം ഒട്ടും ശരിയായില്ല. ഇതാണ് ഇന്ന് കിട്ടിയ ഇന്നത്തെ മെസ്സേജ്, ഇന്നത്തെ റീഡിങ് ഇതാണ്. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്. അപ്പോൾ ഇനിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.